സോളിഡ്സിൻ്റെ പുതിയൊരു മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 5 കോളംസ്. ആക്ച്വലി ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് വെർട്ടിക്കൽ മെമ്പേഴ്സ് അത് ക്യാരി ചെയ്യുന്നത് കംപ്രഷൻ ആയിരിക്കും. അങ്ങനത്തെ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോളംസ് അല്ലെങ്കിൽ സ്ട്രട്സ് എന്നും കൂടി അതിനെ പറയാറുണ്ട്. ഈ വെർട്ടിക്കൽ മെമ്പേഴ്സിനെ നോർമലി ആ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നത് കോളംസ് എന്നാണ്. കോളംസിനെ ബേസിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മൂന്നായിട്ടാണ്: ഷോർട്ട് കോളം, മീഡിയം കോളം, ലോങ് കോളം. അതിനെ ബേസ്ഡ് ഓൺ അതിൻ്റെ ആ ലെങ്തിനെ വെച്ചിട്ടാണ്. ഷോർട്ട് കോളംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ലെങ്ത് വരുന്നതിനെയാണ് ഷോർട്ട് കോളംസ് എന്ന് പറയുന്നത്. അതിനെ കംപ്രഷൻ ബ്ലോക്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഷോർട്ട് കോളംസിനെ തന്നെ കംപ്രഷൻ ബ്ലോക്സ് എന്ന് പറയാറുണ്ട്. അതേപോലെ ലോങ് കോളംസിനെ നമ്മൾ പറയുന്നത് പോസ്റ്റ് എന്നാണ്. പോസ്റ്റ് ലോങ് കോളംസിനെ പോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ മീഡിയം കോളംസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോളംസ്, ഒരു ഇൻ്റർമീഡിയറ്റ് ലെങ്ത് വരുന്നതിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ മീഡിയം കോളംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോങ് കോളംസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, കോളംസ് കംപ്രസീവ് ലെങ്താണ്, കംപ്രസീവ് ലോഡാണ് ക്യാരി ചെയ്യുന്നത്. അതിൻ്റെ ഫെയിലിയർ ഉണ്ടാകുന്നത് ബക്ലിങ് കാരണമാണ്. ഇത് ലോഡ് അറ്റ് വിച്ച് കോളം ബക്കിൾസ് ഈസ് കോൾഡ് ബക്ലിംഗ് ലോഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അല്ലെങ്കിൽ അതിനെ ക്രിട്ടിക്കൽ ലോഡെന്നും ക്രിപ്ലിംഗ് ലോഡെന്നും കൂടി പറയാറുണ്ട്. സോ എക്സാംസിന് എവിടെയെങ്കിലും നിങ്ങളുടെ പ്രോബ്ലംസിലൊക്കെ എവിടെയെങ്കിലും ക്രിപ്ലിംഗ് ലോഡെന്നോ ക്രിട്ടിക്കൽ ലോഡെന്നോ ഒക്കെ കണ്ടാൽ അത് ബക്ലിങ്ങിൻ്റെ തന്നെ ലോഡാണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇതൊക്കെയാണ്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് കോളം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദ കോളം ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗറേഷൻ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഏരിയനെയാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് the length of the column to the least radius of gyration of the cross sectional area. Slenderness ratio ഒരു ഡയമെൻഷൻലെസ് ടേം ആണ്. L/K, K ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, L ലെങ്ത്. ഒരു ഡയമെൻഷണൽ ടേം ആണ് ഈ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യൂലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. യൂലേഴ്സ് ഇക്വേഷൻ്റെ ഡെറിവേഷനും യൂലേഴ്സ് ഇക്വേഷൻ്റെ അസംഷൻസും ഇതിനു മുമ്പ് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അസംഷൻസ് ഓഫ് യൂലേഴ്സ് ഇക്വേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സോ അസംഷൻസ് ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫസ്റ്റ് അസംഷൻ ഈസ് ദ കോളം ഈസ് ഇനിഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആൻഡ് ഈസ് ആക്സിയലി ലോഡഡ് എന്ന് പറഞ്ഞാൽ ഒരു കോളം എന്താണ്? കോളം എന്നുള്ളത് നമ്മൾ ആൾറെഡി പറഞ്ഞു. എന്താണ്? നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് പഠിച്ചായിരുന്നു. എന്താണ് ബീം എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ഹൊറിസോണ്ടലിയാണ്, അതിലേക്ക് ലോഡുകൾ ഇങ്ങനെ വരുന്നു, അത് പല രീതിയിൽ സപ്പോർട്ടുകൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഒരു കോളം എന്ന് പറഞ്ഞാൽ അതൊരു വെർട്ടിക്കൽ മെമ്പറായിരിക്കും. വെർട്ടിക്കൽ മെമ്പറിലേക്ക് ലോഡ് കൊടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? മുകളിൽ നിന്ന് താഴേക്ക് തന്നെ, ആക്സിയലി തന്നെ ആയിരിക്കും. ആക്സിയലി ലോഡഡ് ആയിരിക്കും. അത് ഇനിഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിരിക്കും എന്നതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷൻ ഈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഈസ് യൂണിഫോം. ആ കോളത്തിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ യൂണിഫോം ആയിരിക്കും എന്നാണ് സെക്കൻഡ് അസംഷൻ. The third assumption is the column material is perfectly elastic, homogeneous and isotropic and obeys Hooke's law. ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും കോളത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അറിയാമല്ലോ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ റീഗെയിൻ പ്രോപ്പർട്ടീസ്. ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തു, അതിനുശേഷം ലോഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒറിജിനൽ പൊസിഷൻ റീഗെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഹോമോജീനിയസ്, ഐസോട്രോപ്പിക്, അതിൻ്റെ അകത്ത് വേറെ അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഒന്നുമില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള കോമ്പോസിഷൻസ് ഒക്കെ ഒന്നുമില്ല. മീൻസ് യൂണിഫോം ആയിട്ടുള്ളൊരു ബോഡി ആയിരിക്കും. അത് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടായിരിക്കും. സ്ട്രെസ്സും സ്ട്രെയിനും അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് വരെ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഹുക്സ് ലോ പറയുന്നത്. The fourth assumption is the length of the column is very large compared to the breadth and width or diameter. അതിൻ്റെ ഡയമീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലെങ്കിൽ വിഡ്ത്ത് അല്ലെങ്കിൽ ഡെപ്ത്ത്, ഇതിന് ബ്രെഡ്ത്ത് എന്ത് വേണമെങ്കിലും പറയാം. ഇതെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹയർ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ലാർജർ വാല്യൂ ആയിരിക്കും എന്നാണ് ഫോർത്ത് അസംഷൻ. ദ ഫിഫ്ത്ത് അസംഷൻ, ദ ഡയറക്റ്റ് സ്ട്രെസ് ഡ്യൂ ടു കംപ്രസീവ് ലോഡ് വിൽ ഷോർട്ടൺ ദ കോളം ഓൺലി വെരി ലിറ്റിൽ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നെഗ്ലക്റ്റഡ്. ഡയറക്റ്റ് സ്ട്രെസ് കാരണം ഈ ഒരു കോളത്തിലുണ്ടാകുന്ന കംപ്രസീവ് ലോഡെന്ന് പറയുന്നത് ആ കോളത്തിൽ ഇറ്റ് വിൽ ഷോർട്ടൺ ദ കോളം ഒൺലി വെരി ലിറ്റിൽ. ആ കോളത്തിൻ്റെ ലെങ്ത് കുറയ്ക്കുന്നത് വളരെ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു വാല്യൂ മാത്രമേ കുറയ്ക്കത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാം എന്നാണ് ഫിഫ്ത്ത് അസംഷൻ പറയുന്നത്. ലാസ്റ്റ് അസംഷൻ ഈസ് ദ ലോങ് കോളം ഫെയിൽസ് ഡ്യൂ ടു ബക്ലിംഗ് എലോൺ. ഓക്കെ, കോളം ഫെയിലാകുന്നത് ബക്ലിങ്ങിലൂടെ മാത്രമായിരിക്കും. എന്താണ് ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ ബെൻഡിങ്ങിലുണ്ടാകുന്ന ഒരു ഡിഫ്ലക്ഷൻ, ബെൻഡിങ്ങിൽ ഇങ്ങനെയുള്ള ബീം എന്താവും? നമ്മൾ ലോഡ് കൊടുത്തു കഴിയുമ്പം ആ ബീം ഇങ്ങനെ ബെൻഡായി വരും.
അതേപോലെ നമ്മുടെ ആക്ച്വലി ഇങ്ങനെയായിരുന്ന എന്ത് ചെയ്തു, ഒരു കോളത്തിലേക്ക് നമ്മൾ ലോഡ് മുകളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മുകളിൽ നിന്ന് ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇത് ഫെയിലാവുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് ഉണ്ടാകുന്നത്. ഇവിടുത്തെ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും വൈ എന്ന് പറയുന്നത്, ഡിഫ്ലക്ഷൻ. സോ ഇതിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ കൺവേർഷൻ വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇനീഷ്യലി നേരത്തെ നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ പഠിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്തും സൈൻ കൺവേർഷൻ വരുന്നുണ്ട്. പോസിറ്റീവും നെഗറ്റീവും മൊമെൻ്റാണ് എടുക്കേണ്ടത്. സൈൻ കൺവേർഷൻ എന്ന് പറയുന്നത് ദ ബെൻഡിങ് മൊമെൻ്റ് വിച്ച് ബെൻസ് ദ കോളം വിത്ത് കോൺവെക്സിറ്റി ടുവേർഡ്സ് ദ വെർട്ടിക്കൽ ലൈൻ ഓഫ് എ കോളം ഈസ് ടേക്ക് ആസ് പോസിറ്റീവ്. കോൺവെക്സിറ്റി വരുന്നത് പോസിറ്റീവ്. കോൺവെക്സിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺവെക്സിറ്റി വരുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് കോൺകേവിറ്റി വരുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് കോൺകേവിറ്റി വരുന്നതും പോസിറ്റീവ് കോൺവെക്സിറ്റി വരുന്നതും വിത്ത് റെസ്പെക്ട് ടു ദ സെൻട്രൽ ലൈൻ. അപ്പോൾ സെൻട്രൽ ലൈനിൽ അപ്പോൾ നമ്മുടെ കേസിൽ എന്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോളം എന്താണ് ഇങ്ങനെ ഫെയിലാകുന്നു. ബക്ലിംഗ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ദാറ്റ് മീൻസ് അതൊരു നെഗറ്റീവ് ആയിരിക്കും. അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ബെൻഡിങ്ങിൻ്റെ കേസിൽ സൈൻ കൺവേർഷൻ കോൺവെക്സിറ്റി വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ലൈൻ ആണെങ്കിൽ അത് പോസിറ്റീവും, കോൺകേവിറ്റി വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ലൈൻ ആണെങ്കിൽ അതിനെ നെഗറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എൻഡ് കണ്ടീഷൻസ്, 4 എൻഡ് കണ്ടീഷൻസ് നമ്മുടെ ഈ ഒരു കോളത്തിൻ്റെ കേസിൽ വരുന്നുണ്ട്. യൂളേഴ്സ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ച അസംഷൻസ് ഓഫ് യൂളേഴ്സ് ഇക്വേഷൻ വരുന്നുണ്ട്, അതിൻ്റെ ഡെറിവേഷൻ വരുന്നുണ്ട്. അതിനു മുമ്പ് അതിൻ്റെ 4 കണ്ടീഷൻസ് ഉണ്ട്. ഈ 4 കണ്ടീഷൻസിൽ ഈ ഒരു കേസ് മാത്രം നമ്മുടെ സിലബസ് നോക്കിയാൽ കാണാം. സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഡെറിവേഷൻ ഓൺലി ഫോർ ബോത്ത് എൻഡ്സ് ആർ പിൻഡ് ഓർ ഹിഞ്ച്ഡ്. 2 എൻഡുകളും ഹിഞ്ച്ഡ് ആയിട്ടുള്ള, അല്ലെ 2 എൻഡുകളും പിൻഡായിട്ടുള്ള ഇതിൻ്റെ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, ഡെറിവേഷൻ ആവശ്യമുള്ളൂ. ബാക്കി ഒന്നിൻ്റെയും ഡെറിവേഷൻസ് നമുക്ക് ആവശ്യമില്ല. സോറി, ഇതിൻ്റെ അകത്ത് ഫിഗറുകൾ ഞാൻ ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഫിഗർ ആഡ് ചെയ്ത് തരാം. സോ നമ്മുടെ യൂളേഴ്സ് ഇക്വേഷൻ പറയുന്ന 4 കേസുകൾ ഇതാണ്. ബോത്ത് എൻഡ്സ് ആർ പിൻഡ് ഓർ ഹിഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എടുക്കുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ഒരു ബീം ഉണ്ടായിരിക്കും. ആ ബീമിൻ്റെ 2 എൻഡുകൾ എന്താണ് ഇവിടെ ഒരു പിന്നുമായിട്ട് അല്ലെ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ വെൻ വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ. അടുത്ത രണ്ടാമത്തെ ബീം എടുക്കുമ്പം ഒരു എൻഡ് ഫ്രീ, ഈ എൻഡ് ഫ്രീ ആക്കി ഇടുന്നു. നെക്സ്റ്റ് എൻഡ് ഇവിടെ ഫിക്സഡ് ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് പിൻഡ്. മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കുമ്പം ഒരു എൻഡ് ഫിക്സഡ് ആണ്, അതർ എൻഡ് പിന്നാണ്. അടുത്ത നാലാമത്തെ കണ്ടീഷൻ ബോത്ത് എൻഡ്സ് ആർ ഫിക്സഡ്. നാലാമത്തെ കണ്ടീഷൻ ഇതാണ്, ബോത്ത് എൻഡ്സ് ആർ ഫിക്സഡ്. ഓക്കെ, അപ്പോൾ 4 കണ്ടീഷൻസ് ഇതാണ്. ഇതിൽ ഒരൊറ്റ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള ഡെറിവേഷൻ ആവശ്യമുള്ളൂ. ബാക്കി 3 കണ്ടീഷനുകളുടെയും ഇക്വേഷൻസ് മാത്രം നമുക്ക് മതി, പ്രോബ്ലംസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ 4 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ യൂളേഴ്സ് ഇക്വേഷൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, യൂളേഴ്സ് ഇക്വേഷൻ ഫോർ ബോത്ത് എൻഡ്സ് പിൻഡ്. അപ്പോൾ ലെറ്റ് us consider a column of length L with 2 ends A and B and a vertical load P. ഈ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് P ആണ്. അതുകൂടെ മാർക്ക് ചെയ്തേക്കണം നിങ്ങൾ. വെർട്ടിക്കൽ ലോഡ് P ആക്സ് ഓർ എന്താണ് ടുവേർഡ്സ് ആക്സിയൽ ഡയറക്ഷനിലാണ് P എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് ലോഡ് ഇവിടെ എന്ത് സംഭവിക്കും, ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ബക്ലിംഗ് ഉണ്ടാവും ഈ ഒരു ഡയറക്ഷനിൽ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ബക്ലിംഗ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ബക്ലിംഗ് ഉണ്ടാകുന്നതുകൊണ്ട് എന്താണ്, കോൺകേവിറ്റി ആണോ കോൺവെക്സിറ്റി ആണോ നിങ്ങൾ നോക്കിക്കോ. എന്താണ് ഇങ്ങനെ ബക്ലിംഗ് ഉണ്ടാകുമ്പോൾ ഏതായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ട് തിരിച്ച് നോക്കിയാൽ മതി. എന്താണ് കോൺകേവിറ്റി പോസിറ്റീവ്, കോൺവെക്സിറ്റി പോസിറ്റീവ്, കോൺകേവിറ്റി നെഗറ്റീവ്, ഇതായിരിക്കും നെഗറ്റീവ്. അതേപോലെ തന്നെ നമ്മുടെ കേസിൽ എന്തായിരിക്കും, ഇവിടെ വരുമ്പം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മൊമെൻറ്റ് ഓഫ് എ കോളം. എന്താണ് മൊമെൻറ്റ് ഓഫ് എ കോളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്താണെന്ന് പറഞ്ഞു, ലോഡ് P ആണ്. ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആയിരിക്കും അവിടുത്തെ മൊമെൻറ്റ് അല്ലേ. ആക്ട് ചെയ്യുന്ന ലോഡ് ഇൻറ്റു എത്രയാണോ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്, P ഇൻറ്റു വൈ ആയിരിക്കും മൊമെൻറ്റ്. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് P ഇൻറ്റു വൈ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു, നമ്മൾ എഴുതി നെഗറ്റീവ് P ഇൻറ്റു വൈ എന്ന് എഴുതി. നമ്മൾ ഓൾറെഡി ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഇതിന് മുമ്പത്തെ മൊഡ്യൂളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് കണ്ടിട്ടുണ്ട്. എന്താണ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, EI d2y/dx² = m ആണ്. നെഗറ്റീവ് m ആണ് ഇവിടെ കൊടുക്കേണ്ടത് ബിക്കോസ് ഓഫ്
ഈ ഒരു കണ്ടീഷൻ കാരണം. ഓക്കെ, EI ഇൻറ്റു d²y/dx² ഈസ് ഈക്വൽ ടു m എന്നൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇതിന് തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡും ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. EI ഇൻറ്റു d²y/dx² ഈസ് ഈക്വൽ ടു -m എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു എന്താണ് ഒന്നാമത്തെ ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതിനും ഒന്നും കൂടെ എഴുതാം. EI ഇൻറ്റു d²y/dx² ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ -py. സോ EI ഇൻറ്റു d²y/dx² ഈസ് ഈക്വൽ ടു -py എന്ന് എഴുതാം. ഇതിൻ്റെ അകത്തുനിന്ന് ഈ -py ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഈ -py ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ EI ഇൻറ്റു d²y/dx² പ്ലസ് py ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനെ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, EI കൊണ്ട് ഡിവൈഡ് ചെയ്യുക. EI കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ d²y/dx² പ്ലസ് py/EI d²y/dx² പ്ലസ് py/EI ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. d²y/dx² പ്ലസ് py/EI ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് ഡയറക്റ്റ് എഴുതാം. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ y ഈസ് ഈക്വൽ ടു a cos, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എഴുതാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന എന്താണ്, ഇതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു a cos x റൂട്ട് ഓഫ് PEI പ്ലസ് b sin x റൂട്ട് ഓഫ് p/EI. അതാണ് സൊല്യൂഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. സോ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 2, ബിക്കോസ് ഇറ്റ്സ് എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷന് ഈ ഒരു ഫോർമാറ്റിൽ വന്നാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ, ബേസിക് മാത്സ് ആണിത്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു a cos x റൂട്ട് ഓഫ് p/EI പ്ലസ് b sin x റൂട്ട് ഓഫ് p/EI എന്നാണ്. സോ അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ഇട്ടു. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ 2 ബൗണ്ടറി കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ, ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ബൗണ്ടറി, ഇതാണ് രണ്ടാമത്തെ ബൗണ്ടറി. ഒന്നാമത്തെ ബൗണ്ടറിയിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇവിടെ എക്സ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അവിടെ ഇപ്പോൾ വൈ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഡിഫ്ലക്ഷൻ ഒന്നുമില്ല അല്ലേ? ഈ ഒരു പോയിന്റ് ഡിഫ്ലക്ഷൻ ഉണ്ടോ? ഇവിടെ ഡിഫ്ലക്ഷൻ ഇല്ല. അപ്പോൾ വൈയും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ ഈസ് ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ, രണ്ടാമത്തെ ബൗണ്ടറിയിലേക്ക് എത്തുമ്പം എക്സിൻ്റെ ലെങ്ത് എന്താവും? ഫുൾ ലെങ്ത് എക്സ് ഈസ് ഈക്വൽ ടു എൽ. ഇവിടെയും ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. ഈ 2 ബൗണ്ടറി കണ്ടീഷൻസ് ഇക്വേഷൻ നമ്പർ 3-ക്കകത്തേക്ക് അപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്തെ കോൺസ്റ്റൻറ്റുകളായിട്ടുള്ള എയും ബിയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. വൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ y ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. y 0 ആകും. a cos എക്സിൻ്റെ അവിടെ 0 ഇട്ട് കൊടുത്തു. ഇവിടെ വൈയുടെ അവിടെ ബിക്കകത്ത് എക്സിൻ്റെ അവിടെ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി? 0 ഈസ് ഈക്വൽ ടു a cos 0 പ്ലസ് b sin 0. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം 0 ഈസ് ഈക്വൽ ടു a cos 0 പ്ലസ് b sin 0 നമുക്ക് കിട്ടി. cos 0 എന്താണ്? 1 ആണ്. sin 0 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ടൈം 0 ആയിട്ട് അങ്ങ് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a cos 0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ a ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ a ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ അറിയാം? a 0 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ a ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഈ സംഭവം എടുത്ത് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 3-യുടെ ആദ്യത്തെ ടേം y ഈസ് ഈക്വൽ ടു a cos x p/EI റൂട്ട് ഓഫ് p/EI എന്ന് പറയുന്ന ആദ്യത്തെ ആ ടൈം എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി അല്ലേ? നമുക്ക് അറിയാവുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം അത് 0 ആയിട്ട് മാറി. ഓക്കെ, അത് 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, വൈ ഈസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കാം. വൈ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് എന്ത് കിട്ടി? ഈ ഒരു ടൈം ഫുള്ളായിട്ട് 0 ആണെന്ന് നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y ഈസ് ഈക്വൽ ടു b sin x p/E എന്ന് നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. y ഈസ് ഈക്വൽ ടു b sin x p/EI നമ്മൾ മാറ്റി എഴുതി. ഇങ്ങനെ നമ്മൾ ഇത്ര എഴുതി കിട്ടും. ഇത്ര എഴുതി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതിനകത്ത് മനസ്സിലാക്കാം? ഇത്ര എഴുതിയിട്ടു. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തു. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 3-ക്കകത്തോട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല. 3-ക്കകത്തും നമ്മളിപ്പോൾ എഴുതിയിട്ട് ഈ ഒരു ഇക്വേഷൻ്റെ അകത്തേക്കാണ് നമ്മൾ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. y ഈസ് ഈക്വൽ ടു
0 x ഈസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്ന ഈ കണ്ടീഷൻ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. സോ 0 ഈസ് ഈക്വൽ ടു വൈക്ക് 0 കൊടുത്തു, വൈയുടെ ഇവിടെ 0 കൊടുത്തു, എക്സിൻ്റെ ഇവിടെ എല്ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y ഈസ് ഈക്വൽ ടു 0, y ഈസ് ഈക്വൽ ടു ബി സൈൻ എക്സ് പി ബൈ ഇ ഐ എന്നുള്ളത് സൈൻ എൽ പി ബൈ ഇ ഐ എന്നായി. ഇതിൻ്റെ അകത്തുനിന്ന് ഈ ബി എടുത്ത് എന്ത് ചെയ്യുക, ഈ ബി എടുത്ത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക, 0/b എന്നായിപ്പോവും. അത് 0 തന്നെ ആയിട്ട് മാറും. അത് 0 തന്നെ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുത്തെഴുതാം, 0 ഈസ് ഈക്വൽ ടു ഈ ബി അങ്ങ് പോയി സൈൻ എൽ റൂട്ട് പി ബൈ ഇ ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം സൈന് 0 വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഒന്ന് 0 വന്നാൽ സൈൻ സംതിങ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതണമെങ്കിൽ ആ സൈൻ സംതിങ്ങിന് അവിടെ എന്ത് കിട്ടണം, 0 വരണം, അല്ലെങ്കിൽ 180 ഡിഗ്രി പൈ വരണം, 2π വരണം, 3π വരണം, 4π വരണം. അങ്ങനെ പൈക്ക് ഓരോ വാല്യൂ 0, π, 2π, 3π, 4π അങ്ങനെ സൈൻ ആ ഒരു വാല്യൂസ് റിപ്പീറ്റ് ചെയ്താൽ എന്താവും, അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ എന്ന് എഴുതാം, ഇതിൻ്റെ അകത്ത് ഈ എൽ റൂട്ട് പി ബൈ ഇ ഐക്ക് പകരം എന്ത് കൊടുക്കാം, എൽ റൂട്ട് പി ബൈ ഇ ഐക്ക് പകരം നമുക്ക് ഈ വരുന്ന ഏതെങ്കിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് 0 മാറ്റുക, കാരണം എൽ റൂട്ട് പി ബൈ ഇ ഐക്ക് 0 കൊടുക്കണ്ട. ഈ പൈയുടെ വാല്യൂസിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കുക, അതെടുത്തിടുക. അപ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും, ആ വാല്യൂ എടുത്ത് ഇവിടേക്ക് ഇട്ടു, പൈ ഈസ് ഈക്വൽ ടു എൽ റൂട്ട് പി ബൈ ഇ ഐ എന്ന് നമ്മൾ എഴുതി. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്കിവിടെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനകത്ത് ബി അങ്ങ് ക്യാൻസൽ ചെയ്തു, ബിക്കോസ് ബി എടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ 0/b 0 ആയിപ്പോൾ. ഇനി സൈൻ സംതിങ് ഈസ് ഈക്വൽ ടു 0 ആണ്. ആ സംതിങ് ആണ് ഈ പറയുന്ന 0, π, 2π, 3π, 4π. അതിൽ 0 മാറ്റുക, ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് എടുക്കുക. ഏറ്റവും ചെറിയ ഇവിടെ പൈ ആണ്. സോ എൽ പി ബൈ ഇ ഐ ഈസ് ഈക്വൽ ടു പൈ എന്നെഴുതി ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു നിർത്തി. ഇനി നമുക്കിതിൻ്റെ അകത്തുനിന്ന് അതിനെ ഒന്ന് സ്ക്വയർ ചെയ്യുക, ബിക്കോസ് അതിൻ്റെ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ പൈ സ്ക്വയർ ആവും, റൈറ്റ് സ്ക്വയർ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ പി ബൈ ഇ ഐ എന്നാവും. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പൈ സ്ക്വയർ എൽ സ്ക്വയർ പി ബൈ ഇ ഐ. അതിൻ്റെ അകത്തുനിന്ന് പി കണ്ടുപിടിക്കുക, പി ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇൻറ്റു ഇ ഐ എന്ന് കിട്ടും. സോ ഇതാണ് യൂലേഴ്സ് ഫോർമുല ഫോർ ബോത്ത് എൻഡ്സ് പിൻഡ്. രണ്ടെൻഡ് പിൻഡായിട്ടുള്ള കേസിൻ്റെ യൂലേഴ്സ് ഫോർമുലയാണ്. ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്, ഇത് നിങ്ങൾ പഠിക്കണം. ഈ ഇക്വേഷൻ പഠിക്കുന്നത് പ്രോബ്ലംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. നമ്മുടെ ഡെറിവേഷൻ നമ്മുടെ നമ്മുടെ സിലബസിൽ പ്രത്യേകം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡെറിവേഷൻ വേണമെന്ന്. അതുകൊണ്ട് നിങ്ങളിത് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്, പഠിക്കണം. സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. പി ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ എൽ സ്ക്വയർ ഇൻറ്റു ഇ ഐ, പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു ഇ ഐ, യൂലേഴ്സ് ഫോർമുല ഫോർ ബോത്ത് എൻഡ്സ് പിൻഡ്. ഇനി ബാക്കി കണ്ടീഷൻസിൻ്റെയും അതുപോലെ തന്നെ ബോത്ത് എൻഡ് പിൻസിൻ്റെയൊക്കെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം.